ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ മൺചട്ടി എങ്ങനെ മയക്കിയെടുക്കാം എന്നുള്ള വീഡിയോയാണ്. 2 മൺചട്ടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. രണ്ട് രീതിയിലാണ് മയക്കിയെടുക്കുന്നത്. അപ്പോൾ പല രീതിയിൽ മൺചട്ടി മയക്കിയെടുക്കാം. അതിൽ എളുപ്പത്തിലുള്ള 2 വഴികളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ മൺചട്ടി മയക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചട്ടി എങ്ങനെയാണ് മയക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചട്ടി വാങ്ങിച്ചിട്ട് കഴുകരുത്, കഴുകുന്നതിന് മുന്നേ തന്നെ ചെയ്യേണ്ട കാര്യമാണിത്. ഒട്ടും തന്നെ സോപ്പ് ഉപയോഗിക്കുക ഒന്നും ചെയ്യുന്നതിന് മുന്നേ ആണ് ഇത് ചെയ്യേണ്ടത്. ആദ്യം നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 5 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും വലിപ്പമുള്ള ചട്ടിക്ക് 5 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ വലിയ ചട്ടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 7 ടേബിൾ സ്പൂൺ ചായപ്പൊടി വരെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് വലിയ ബർണറിൽ വെക്കരുത് കേട്ടോ, ഒരു മീഡിയം ബർണറിൽ വെക്കുക, അല്ലെങ്കിൽ വലിയ ബർണറിൽ തന്നെ ചെറിയ ഫ്ലെയിമിൽ വെക്കുക. വലിയ ബർണറിൽ വെക്കരുതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചട്ടി പൊട്ടിപ്പോവാതിരിക്കാനാണ് നമ്മൾ ആദ്യമേ തന്നെ വലിയ ബർണറിൽ വെക്കാതിരിക്കുന്നത്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് തിള വരണം. അപ്പോൾ ഇത് ഒരു ദിവസം മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് രാവിലെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ നാളെ രാവിലെ ചെയ്ത് കാണിക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം മതി എന്ന് പറഞ്ഞാൽ ഒരു 12 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഞാനൊരു 12 മണിക്കൂർ വയ്ക്കുമ്പോൾ രാത്രി 10 മണിയാവും. അതുകൊണ്ട് നാളെ രാവിലെ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ആദ്യം തിളച്ച് വരട്ടെ. തിളച്ച് വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഞാൻ മീഡിയം ബർണറിലാണ് വെച്ചിട്ടുള്ളത്, വലിയ ബർണറിലല്ല. അതുകൊണ്ടാണ് ഞാൻ ഹൈ ഫ്ലെയിം എന്ന് പറയുന്നത്. ചെറിയ ബർണറിൽ വെച്ചാലും മതി, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ചായപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഇതായത് കണ്ടോ, നന്നായിട്ട് ബബിൾസ് വരുന്നുണ്ട്, തിളച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചട്ടിയിൽ നിറയെ വെള്ളം എടുത്തിട്ട് ചായപ്പൊടി ഇതുപോലെ ഇടുക. അതിനുശേഷം ഇത് പകുതിയായിട്ട് വറ്റി വരുന്നത് വരെ തിളപ്പിക്കുക. വലിയ ചട്ടിയാണെങ്കിൽ ഒരു 20 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ പകുതിയായിട്ട് വറ്റി വരും. ചെറിയ ചട്ടിയാണെങ്കിൽ ഒരു 15 മിനിറ്റ് തിളപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ സ്പൂൺ ഇട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ചട്ടിയിൽ സ്ക്രാച്ച് വീഴാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ചട്ടിയുടെ അടിഭാഗത്ത് മുട്ടാത്ത രീതിയിലൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പിന്നീട് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന റെഡ് കളറിലെ ചട്ടിയാണെങ്കിലും ബ്ലാക്ക് കളറിലെ ചട്ടിയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുണ്ടോ, നന്നായിട്ട് തിള വരുന്നുണ്ട്. ചായപ്പൊടിയൊക്കെ നന്നായിട്ട് തിളച്ച് മറിയട്ടെ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. അപ്പോൾ ഈ ചട്ടി നമുക്ക് ഇത് മയക്കി എടുത്തിട്ട് ഉടനെ തന്നെ ഉപയോഗിക്കാം കേട്ടോ. 2-3 ദിവസമൊന്നും വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. റെഡിയാക്കി എടുക്കുക, അന്ന് തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതേ ഉള്ളൂ. ഇതാണ് നമുക്ക് ചട്ടി മയക്കിയെടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി. ചായപ്പൊടി എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്നതാണ്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 20 മിനിറ്റ് വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ സ്റ്റൗവിൽ. അത് മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചട്ടി റെഡിയായി വരും. ഇപ്പോൾ കണ്ടോ, വീണ്ടും തിളച്ച് പൊങ്ങി നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇതുപോലെ ഇത് ഇവിടെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കട്ടെ. നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇനി ഇടയ്ക്കൊന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കണം. നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതുപോലെ പൊങ്ങി വരണം, അല്ലെങ്കിൽ ചട്ടിയുടെ മോൾ ഭാഗം പെർഫെക്റ്റ് ആവില്ലല്ലോ. അതിനാണ് നമ്മൾ ഇടയ്ക്കൊന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തീ കുറച്ച് തന്നെ വയ്ക്കുക. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തീ കൂട്ടി വെച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇത് ഇതുപോലെ ഇരുന്ന് തിളയ്ക്കട്ടെ, വെള്ളം വറ്റി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചായപ്പൊടി ഇട്ട വെള്ളം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇനി ഇത് ചൂട് മാറിക്കഴിഞ്ഞിട്ടേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചൂട് മാറിയിട്ട് ഉടനെ തന്നെ ചെയ്തിട്ട് ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അത് ചൂട് മാറി വരട്ടെ. ചട്ടിയിലിരുന്നിട്ട് ഇനിയും തിളച്ചുകൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റൗവിന് ചൂടുണ്ട്, ചട്ടിക്ക് ചൂടുണ്ട്. അതുകൊണ്ട് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും കുറച്ച് സമയം കൂടി. അപ്പോൾ നമുക്ക് 12 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ
നമ്മുടെ ചായപ്പൊടിയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് ഇന്നിപ്പോൾ ചൂടൊക്കെ കംപ്ലീറ്റ് മാറി വെള്ളമൊക്കെ ഇതുണ്ടോ വറ്റി വന്നിട്ടുണ്ട്. വെള്ളം ചട്ടി ഇങ്ങനെ വലിച്ചെടുത്ത് വരുമ്പോൾ വറ്റി വരും. അപ്പോൾ നമുക്ക് ഈ ചട്ടി ഒന്ന് കഴുകിയെടുക്കാം. കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്ക്രബ്ബർ ഇട്ട് ഉരച്ച് കഴുകരുത്. സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് ഉണ്ടല്ലോ, ആ സ്പോഞ്ചിന്റെ പോർഷൻ മാത്രം ഉപയോഗിച്ചിട്ട് കഴുകുക. ആ ഗ്രീൻ കളറിൽ സ്ക്രബ്ബർ ഉള്ള പോർഷൻ ഉപയോഗിച്ചിട്ട് കഴുകരുത്. ലൈറ്റ് ആയിട്ട് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഏതാണോ ആ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് സ്പോഞ്ച് ഇട്ട് ഉരച്ച് കഴുകുക. അത്രയും മതി. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ചട്ടി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുടച്ചതിന് ശേഷം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് തുടച്ചിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. ചട്ടിയിലെ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് നിന്ന് ചൂടാക്കി എടുക്കേണ്ട. നന്നായിട്ടൊന്ന് തുടച്ച് ഉണക്കിയതിന് ശേഷം നമ്മൾ ചൂടാക്കിയെടുക്കുക. ചെറിയ ബർണറിൽ വെച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചട്ടി മയപ്പെട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ചട്ടി ചൂടായി വരുമ്പോൾ നമ്മളൊരു ക്ലോത്തോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ എടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ആയാലും ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നതെന്നേ ഉള്ളൂ. നമുക്ക് ക്ലോത്തോ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എളുപ്പം ഇതായിരിക്കും. നിങ്ങൾക്ക് എളുപ്പമുള്ള രീതി ഏതാണെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യുക. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഈ ചട്ടിയുടെ സൈഡിലും എല്ലായിടത്തും ആയി വരുന്ന രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇനി ഇതൊരു 3-4 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അധിക സമയം വേണ്ട, ഒരു 3-4 മിനിറ്റ് ഒന്ന് ചൂടായി വരണം. ഈ എണ്ണ ഒന്ന് ചൂടായി ചട്ടിയിലേക്ക് ഒന്ന് പിടിച്ചു വരണം. അത്രയും സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 2 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് ഈ ചട്ടി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ എണ്ണ ഒന്ന് കഴുകി കളഞ്ഞിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എണ്ണ കഴുകി കളയുമ്പോഴും സ്പോഞ്ച് ഉപയോഗിച്ച് മാത്രം കഴുകുക. സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് കഴുകാതിരിക്കുക. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചെണ്ണ മതി. ചട്ടിയിലെ എല്ലാ ഭാഗത്തുനിന്നും സ്പ്രെഡ് ആവണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചട്ടിയിൽ ആ മണ്ണിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും. നമ്മളിതുപോലെ ചട്ടിയിൽ എണ്ണയും കൂടി തേച്ചിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ചട്ടിയിൽ ആ മണ്ണിൻ്റെ സ്മെല്ലൊക്കെ മാറി കറക്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഓരോ ദിവസവും ഒരാഴ്ചത്തേക്ക് ഓരോ ദിവസവും ഇതുപോലെ എണ്ണ ഒന്ന് തടവി വയ്ക്കുക. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ചട്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ ഒന്ന് തുടച്ചുണക്കിയെടുക്കുക. ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. തുടച്ചുണക്കിയതിന് ശേഷം നമ്മുടെ ചട്ടിയിലേക്ക് എണ്ണ ഒന്ന് തടവി എടുത്ത് വയ്ക്കുക. ഒരാഴ്ച മാത്രം ഇതുപോലെ ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ നമ്മുടെ ചട്ടി പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ഒരാഴ്ച ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 3 ദിവസമെങ്കിലും മിനിമം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരാഴ്ച മാക്സിമം ചെയ്യുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും നമ്മുടെ ചട്ടി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചട്ടി മയക്കുന്നതിൻ്റെ പരിപാടി. അപ്പോൾ ഈ ഒരു ചട്ടി നമുക്ക് ഇപ്പോൾ തന്നെ, ഇതിപ്പോൾ ഞാനിപ്പോൾ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഉപയോഗിക്കാം. 2 മണിക്കൂർ കഴിയുമ്പോൾ ഉപയോഗിക്കാം. ഇന്നിപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാത്തതുകൊണ്ട് ഇതുപോലെ തന്നെ എടുത്ത് വയ്ക്കാൻ പോവാണ്. ചട്ടി ചൂട് മാറുമ്പോൾ എടുത്ത് ഇതുപോലെ തന്നെ എണ്ണ തടവി വെച്ചത് അങ്ങനെ തന്നെ വെക്കുകയാണ്. കഴുകി കളയുന്നൊന്നുമില്ല. നമ്മൾ എപ്പോഴാണോ ചട്ടി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ മുതൽ ഈ ഒരാഴ്ചത്തേക്കൊന്ന് എണ്ണ തടവി വെക്കണം. ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടികളാണെങ്കിലും നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുക. ദോശക്കല്ലൊക്കെ ആണെങ്കിലും പുതിയത് വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മൾ എണ്ണ തടവി വയ്ക്കാറുണ്ടല്ലോ. ഇപ്പോൾ ഇതുണ്ടോ ചട്ടി ചൂടായി തുടങ്ങുന്നുണ്ട്. ചെറിയ ബബിൾസൊക്കെ വരുന്നുണ്ട് എണ്ണയുടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചട്ടി മയക്കൽ ചായപ്പൊടി ചേർത്തിട്ടുള്ള രീതി. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ ചേർത്തിട്ട് ചട്ടി വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് വെച്ചിട്ടില്ലേ, ആ ചട്ടി എങ്ങനെയാണോ ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞുതരാം. അതും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ചട്ടി നമുക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പാടുകളൊക്കെ ചട്ടി വാങ്ങിച്ചപ്പോൾ തന്നെ ഉള്ളതാണ്. നിങ്ങൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ ഉൾഭാഗത്തുള്ളതാണ് ഈ ഒരു പാടുകളൊക്കെ. അത് പോവില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ മണ്ണിൻ്റെ സ്മെല്ല് മാറി കിട്ടണം, ചട്ടി നന്നായി കിട്ടണം. ചട്ടിയിലേക്ക് പിന്നെ എണ്ണ വലിക്കുക, അങ്ങനെ അതുപോലെ തന്നെ ചട്ടി പൊട്ടിപ്പോവാതിരിക്കാനൊക്കെയാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഈ ഒരു രീതി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ രീതി ചെയ്ത് നോക്കുക. കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്ന രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കിട്ട് നമുക്ക് മറ്റേ ചട്ടി എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ചട്ടി എങ്ങനെയാണ് മയക്കിയെടുക്കാൻ നോക്കാം. രണ്ടാമത്തെ രീതി. ഈ ചട്ടി ഞാൻ കഴുകിയിട്ടില്ല, വാങ്ങിച്ചിട്ട് അതുപോലെ തന്നെ കൊണ്ടുവന്ന് വെച്ചതാണ്. 2 ദിവസമായി വാങ്ങിച്ചു വെച്ചിട്ട്, പക്ഷേ കഴുകി എടുത്തിട്ടില്ല കേട്ടോ. കഴുകരുത്. കഴുകുന്നതിന് മുന്നെയാണ് നമ്മൾ മയക്കി എടുക്കേണ്ടത്. അതിന് ശേഷമാണ് കഴുകേണ്ടത്. അപ്പോൾ ഈ ചട്ടിയിൽ നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു പിടി തേങ്ങയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചായപ്പൊടി ഇട്ടിട്ടല്ലേ ചെയ്തത്, ഇത് നമ്മൾ തേങ്ങ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു പിടി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചട്ടിയാണെങ്കിൽ അരപ്പിടി തേങ്ങ മതി, വലിയ ചട്ടി ആകുമ്പോഴാണ് നമ്മൾ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, തേങ്ങ തിളച്ച് വരുമ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നോളും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ ചട്ടിയെ നമുക്കൊരു 20 മിനിറ്റ് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രണ്ടും ചെയ്യുന്ന രീതികളിൽ ഈ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ വ്യത്യാസമാണുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ആദ്യം വയ്ക്കുക, നന്നായിട്ട് തിള വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക, ഒന്ന് വെള്ളം കുറച്ച് വറ്റുന്നത് വരെ, മുഴുവൻ വറ്റി പോകണ്ട. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടട ഉണ്ടാക്കാനുള്ള ചട്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് മുഴുവൻ വറ്റി പോകേണ്ട ആവശ്യമില്ല. മുഴുവൻ വറ്റിയെന്ന് വെച്ചാൽ പകുതി വറ്റി വരേണ്ട ആവശ്യമില്ല, ഒരു 20 മിനിറ്റ് തിളച്ച് വന്നാൽ മതി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചട്ടിയുടെ ഈ ഒരു ഭാഗത്ത് മുഴുവനും എണ്ണമയം വേണ്ടതാണ്, നന്നായിട്ട് ചട്ടി മയപ്പെട്ട് വരേണ്ടതാണ്. നമ്മൾ കറി വയ്ക്കുന്ന ചട്ടിയൊക്കെ ആണെങ്കിൽ ചട്ടിയിലൊരു 1/4 ഭാഗമൊക്കെ നമ്മൾ എപ്പോഴും കറി വയ്ക്കുള്ളൂ, നിറയെ കറി വയ്ക്കില്ലല്ലോ. അപ്പോൾ 1/4 ഭാഗം വറ്റിച്ചെടുക്കുക. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്ന് തുടങ്ങട്ടെ, അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ഇത് കണ്ടോ, വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സൈഡിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും വെള്ളം വറ്റി വരുന്നത്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതും ഒരു 12 മണിക്കൂർ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ചട്ടിയാണെങ്കിൽ കൂടുതൽ സമയം തിളപ്പിക്കണം. ഞാൻ ഈ പറഞ്ഞ സമയം തിളപ്പിച്ചാൽ പോരാ. ഇതിപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം കാണാം. അതിനുശേഷമേ നമ്മൾ വാഷ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ തന്നെ വാഷ് ചെയ്യരുത് കേട്ടോ, ചൂട് മാറിയെന്ന് വെച്ചിട്ട് ഉടനെ തന്നെ വാഷ് ചെയ്യരുത്. 12 മണിക്കൂർ ഇതുപോലെ തന്നെ ഇതിൽ ഈ ഒരു തേങ്ങ വെള്ളം വെച്ചുകൊണ്ടിരിക്കുക. തേങ്ങ വെള്ളമല്ല, നമ്മൾ തേങ്ങ ഇട്ട് തിളപ്പിച്ച വെള്ളം വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യട്ടെ, ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം കാണാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചട്ടിയും ഇത് കണ്ടോ, നിങ്ങൾ ഇന്നലെ കാണുമ്പോൾ വെള്ളം ഇത്ര വരെ ഉണ്ടായിരുന്നു, ഇതിപ്പോൾ ഇരുന്ന് വറ്റി വന്നിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി എണ്ണയൊക്കെ വലിച്ചെടുത്ത് ആ വെളിച്ചെണ്ണയിൽ ആ തേങ്ങയിലുള്ള എണ്ണയൊക്കെ വലിച്ചെടുത്ത് ചട്ടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ട് നല്ല നന്നായിട്ട് മയപ്പെട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ചട്ടിയും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴുകിയെടുക്കാം. സ്ക്രബ് യൂസ് ചെയ്യരുത്, സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം കാണാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ചട്ടിയും കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും തുടച്ചെടുത്തിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ എണ്ണ തടവി വയ്ക്കാം. അപ്പോൾ ചൂടാക്കിയിട്ട് മാത്രം എണ്ണ തടവുക കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ചട്ടി തുടച്ചെടുക്കണം. ഒന്ന് ചൂടായി വരട്ടെ ഇനി. അപ്പോൾ കണ്ടോ, ഇന്നലെ കണ്ടതിൽ നിന്ന് ചട്ടിയിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഫിനിഷിങ്ങിൽ വ്യത്യാസം തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ക്യാമറയിലൂടെ കാണുമ്പോൾ. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം ചെയ്തതുപോലെ എണ്ണ തടവി വയ്ക്കാം. ഇതൊക്കെ വല്ലപ്പോഴും എടുക്കുന്ന ചട്ടി ആയതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് എണ്ണ തടവി വയ്ക്കണം. നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രം എണ്ണ കഴുകി കളഞ്ഞിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഈ ചട്ടി മെഴുക്കുവരട്ടി ഉണ്ടാക്കാനോ പച്ചക്കറി വേവിക്കാനോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഉണ്ടാക്കാൻ വാങ്ങിച്ചു എന്നേ ഉള്ളൂ, പക്ഷേ ഇതിൽ പല കാര്യങ്ങളും ചെയ്യാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയാണോ ഈസി ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ. അത് മറന്നു പോകരുത്. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള രീതി ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്ക് വീണ്ടും വെളിച്ചെണ്ണ തടവി കൊടുക്കാം. മറ്റുള്ള ഓയിലുകൾ യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് വെളിച്ചെണ്ണ തന്നെ ആയിരിക്കും കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതും ആദ്യത്തേതുപോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മളതുപോലെ തടവി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ റെഡ് ചട്ടിയാണെങ്കിലാണ് നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റുക ഈ ബ്ലാക്ക് ചട്ടിയേക്കാൾ കൂടുതലായിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ ഇൻസൈഡ് എന്നുള്ളതൊക്കെ. സാധാരണ റെഡ് ചട്ടിയുടെ ഇൻസൈഡ് ഒരു ലൈറ്റായിട്ടൊരു ബ്രൗൺ ഷെയ്ഡായി വരും. അപ്പോൾ നമുക്ക് ഇനി വാങ്ങിക്കുമ്പോൾ ഒരു റെഡ് ചട്ടി വാങ്ങിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ള രീതിയിൽ ചട്ടി മയക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിലും വെളിച്ചെണ്ണ തടവി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ നന്നായിട്ട്. വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പണ്ട് ചട്ടി മയക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടല്ലോ, മറ്റേ ഇതുപോലെ പുതിയ തേങ്ങ ചേരണ്ടിയിട്ടിട്ടല്ല, മറ്റേ ഈ മോശം തേങ്ങ ഉണ്ടല്ലോ, പേട് തേങ്ങ എന്നൊക്കെ പറയൂലേ, ഉള്ളിൽ ഇത്തിരി ഇങ്ങനെ ചളിങ്ങി ഇരിക്കൂല്ലേ, നമുക്ക് കറക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തേങ്ങ. പായിൽ വെച്ച വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതിന് ഈ പേടെന്നൊക്കെയാണ് പറയാറുള്ളത്. മോശം തേങ്ങ. അപ്പൊ അതെടുത്ത് ഇതുപോലെ മുറിച്ചാണോ ചെറിയിട്ടായിരിക്കും, ചെറിയാണോ മുറിച്ചാണോ ഞാൻ കറക്റ്റ് ഓർക്കണല്ലോ. എന്തായാലും ആ തേങ്ങ ഇതിനകത്ത് ഇട്ടിട്ട് അന്ന് ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മോശം തേങ്ങ ഉണ്ടെങ്കിൽ അത് ഇതിന് ഉപയോഗിക്കാം. അപ്പൊ ഇന്നത്തെ കാലത്ത് ചെയ്യാം. ഇന്നിപ്പോ ഒരു 25 രൂപ കൊടുക്കുള്ള ഒരു തേങ്ങ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ അങ്ങനെ മോശം തേങ്ങ ഉണ്ടെങ്കിൽ
അത് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ പണ്ട് അങ്ങനെ തീ കൂട്ടിയിട്ടിട്ട് കത്തിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട്. അത് മറ്റേ ആ ചുമന്ന ചട്ടി മേടിച്ച് വീട്ടിലെവിടെ ചവറൊക്കെ കൂട്ടിയിടുമല്ലോ, മരത്തിന്റെ അടിയിൽ നിന്ന് ചവറൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ട് ചവറൊക്കെ കൂട്ടിയിട്ടിട്ട് അതിനകത്തൊരു 3-4 ചട്ടിയും എല്ലാം. അന്ന് കുടമൊക്കെ മേടിക്കുമായിരുന്നില്ല, മണ്ണിന്റെ കുടമൊക്കെ ഉള്ള സമയമാണ്. മണ്ണിന്റെ കുടം ഇന്നത്തെ ആൾക്കാർ കണ്ടിട്ട് പോലും ഉണ്ടാവും തോന്നുന്നില്ല. അപ്പൊ അതെല്ലാം കൂടി കൂട്ടിയിട്ടിട്ട് തീ കത്തിക്കും. തീ കത്തിച്ചിട്ട് അതിങ്ങനെ കരിഞ്ഞു വരണം. അതിനങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ചട്ടിയൊക്കെ പൊട്ടിപ്പോവാറൊക്കെ ഉണ്ടെന്ന്. എല്ലാ ചട്ടിയും പൊട്ടാതെ കിട്ടാറില്ല, ചിലപ്പോൾ 1-2 ചട്ടിയൊക്കെ പൊട്ടണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോ നമുക്ക് മയക്കി തന്നെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇതുപോലെ മയക്കല്ല, ഇങ്ങനെ ചുട്ട് ചട്ടി വേവിച്ചെടുത്തത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഓൾറെഡി വേവിച്ചെടുത്ത ചട്ടിയാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ പല രീതിയിൽ നമുക്ക് ചട്ടി മയക്കിയെടുക്കാം. കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ചട്ടി മയക്കിയെടുക്കാം. അതൊക്കെ നമുക്ക് പിന്നീട് ഒരു ദിവസം കാണിക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചട്ടി വാങ്ങിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ചട്ടിയും ഇതാ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഞാൻ എടുത്ത് വെക്കാൻ പോവാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് കഴുകി എടുക്കുന്നു എന്നല്ലാതെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ തന്നെ ചട്ടിയിൽ എണ്ണ തടവിയിട്ട് എടുത്ത് വെക്കുക. നമ്മുടെ ചീനച്ചട്ടി നമുക്ക് അടുത്ത ദിവസം മുതൽ ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് അതിൽ ഇന്നിപ്പോൾ എണ്ണ തടവി വയ്ക്കുന്നേ ഉള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ എണ്ണ തടവി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരാഴ്ച കഴിയുമ്പോൾ ചട്ടി എങ്ങനെയുണ്ടെന്നുള്ളത്. നന്നായിട്ട് മയപ്പെട്ട് വന്നു കഴിയുമ്പോൾ, ഇപ്പം തന്നെ മയപ്പെട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒന്നുകൂടി ഒന്ന് സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസങ്ങളും കൂടി ഇതുപോലെ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ മൺചട്ടി വാങ്ങിക്കുമ്പോൾ തന്നെ മയക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. എണ്ണ തടവിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എടുത്ത് ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കുക നമുക്ക് ആവശ്യമനുസരിച്ച്. അപ്പോൾ ഈ 2 രീതികളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.